ആമയും മുയലും മത്സരം വെച്ച കഥ നമുക്കെല്ലാവർക്കും അറിയാം. ആ കഥയുമായി ചില സാമ്യങ്ങളുണ്ട് നമ്മുടെ തൃശ്ശൂർ പൂരം കുളമായ കഥയിലേക്ക്. തൃശ്ശൂർ പൂരം അതിൻ്റെ ആദ്യ ദിനം ഘടകപൂരങ്ങൾ എത്തുന്ന ആ സമയം മുതൽ തൃശ്ശൂരിൽ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളിൽ സുരേഷ് ഗോപി ഒഴികെയുള്ള 2 സ്ഥാനാർത്ഥികൾ അവിടെ സജീവമായിരുന്നു. ചാനലുകൾ ലൈവ് ആയി ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അവിടെ എല്ലായിടത്തും ഈ പറയുന്ന 2 സ്ഥാനാർത്ഥികളും നിറഞ്ഞു തന്നെ നിന്നു. പൂരത്തെക്കുറിച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ തട്ടകത്താണ് താൻ മത്സരിക്കുന്നത് എന്നും അതുകൊണ്ട് താൻ ഇവിടെ ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കെ മുരളീധരൻ എത്തിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു റോളായിരുന്നു മുരളീധരൻ കളിച്ചതെങ്കിൽ ഞാൻ തനി ലോക്കലാണ് കേട്ടോ, തൃശ്ശൂരിൻ്റെ സ്വന്തം സുനിലേട്ടനാണ് കേട്ടോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ VS സുനിൽകുമാർ അവിടെ നിറഞ്ഞു നിന്നത്. മാത്രമല്ല മലയാളത്തിലുള്ള എല്ലാ ചാനലുകളിലും ബൈറ്റ് കൊടുത്തത് പോരാഞ്ഞിട്ട് ഇംഗ്ലീഷിൽ വരെ നമ്മുടെ സുനിലേട്ടൻ ഒരു പെടപെടിച്ചു. അതൊന്ന് കാണാം. Primary rivalry is UDF, but politically we are fighting against BJP and their politics. It is a national politics we are raising in the election campaign. BJP is actually their RSS and BJP is threaten of Indian people. They are threatening Indian people. We are thinking if again BJP come to power, they will demolish our constitution and they will make a religious country. They will make India as a Hindu religious country. That is we are thinking about this BJP threaten. So this is a national politics. We are actually we are focusing on the national politics, but here our main rivalry is LDF, UDF and LDF. ഇതെല്ലാം കഴിഞ്ഞ് മടത്തിൽ വരവും തുടങ്ങി. മടത്തിൽ വരവിന് ശേഷം ഇലഞ്ഞിത്തറ മേളം തുടങ്ങി. ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ അവിടെയും ഈ പറയുന്ന 2 പേരും സജീവമായി തന്നെ നിന്നു. സുനിൽകുമാർ മേളമൊക്കെ ആസ്വദിക്കുന്ന കണ്ടെങ്കിലും മുരളീധരൻ അത്ര ആസ്വാദന ശൈലിയിലല്ല അവിടെ നിന്നത്. ഇതൊന്നുമല്ല നമ്മുടെ കഥ. ഇലഞ്ഞിത്തറ മേളവും കഴിഞ്ഞ് കുടമാറ്റത്തിലേക്ക് എത്തിയപ്പോൾ കുടമാറ്റത്തിൽ വന്നത് മറ്റൊരു വർണ്ണവിസ്മയം തന്നെയായിരുന്നു. പലതരത്തിലുള്ള വെറൈറ്റി കുടകൾ തിരുവമ്പാടി വിഭാഗവും പാറമേക്കാവ് വിഭാഗവും മാറി. മാത്രമല്ല മഴ ഒഴിഞ്ഞു നിന്നതിൻ്റെ ഒരു ഭംഗിയും കുടമാറ്റത്തിനുണ്ടായിരുന്നു. സസ്പെൻസുകൾ കുടമാറ്റത്തിലെ ഒരു പ്രത്യേകതയാണ്. ഈ സസ്പെൻസാണ് ഇതിലൊക്കെ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചത്. ആരാധകർക്കല്ല കേട്ടോ, ഈ വന്ന 2 ചേട്ടന്മാർക്ക്. ഇവരാരും പ്രതീക്ഷിക്കാതെ തിരുവമ്പാടി വിഭാഗവും പാറമേക്കാവ് വിഭാഗവും രാംലല്ലയുടെയും ശ്രീരാമചന്ദ്രൻ്റെയും ഫോട്ടോ ഉള്ള കുടകൾ കുടമാറ്റത്തിൽ പ്രദർശിപ്പിച്ചു. കുരു പൊട്ടാൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും വേണ്ട. ഇവർക്ക് മാത്രമല്ല, നമ്മുടെ സർക്കാരിന് വരെ കുരുപൊട്ടി. പിന്നെ നടന്നത് തൃശ്ശൂർ കാണാത്ത വിധത്തിലുള്ള ഒരു പ്രതിസന്ധിയായിരുന്നു. വലിയ പ്രശ്നങ്ങളില്ലാതെ തൃശ്ശൂർ പൂരം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ഇലഞ്ഞിത്തറ മേളത്തിനിടയിൽ ആനയ്ക്ക് പട്ട കൊടുക്കാൻ പോയ ആളുകളോട് എടുത്തുകൊണ്ട് പോടാ നിന്റെ പട്ട എന്ന് പറയുന്ന പോലീസുകാരെയും ആൾക്കാരോട് ആവശ്യമില്ലാതെ അങ്ങോട്ട് തട്ടിക്കയറുന്ന പോലീസ് സ്വഭാവമൊക്കെ തൃശ്ശൂർ പൂരത്തിൽ കണ്ടു. പൂരമല്ലേ, പോലീസുകാരും മനുഷ്യരല്ലേ, അവർക്കും ദേഷ്യം വരില്ലേ എന്നോർത്ത് അതിനെ സമാധാനിപ്പിച്ചു. കുറേയൊക്കെ അതിനെ കണ്ടില്ലെന്ന് നടിച്ചവരുമുണ്ട്. തൃശ്ശൂർ പ്രസ് ക്ലബ്ബ് വരെ പോലീസിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഇതെല്ലാം നടന്നു പോകുമ്പോഴാണ് രാംലല്ലയുടെയും ശ്രീരാമചന്ദ്രൻ്റെയും ഒക്കെ കുട തൃശ്ശൂർ പൂരത്തിൽ നിറഞ്ഞു നിന്നത്. അത് തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങിയില്ല കേട്ടോ, ലോകം മുഴുവനും അത് വൈറലായി നിമിഷ നേരം കൊണ്ട്. അതിൽ പല പ്രകോപനങ്ങളും ഉണ്ടായി. ആ പ്രകോപനമാണ് തൃശ്ശൂർ പൂരം കുളമാക്കിയത്. തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ആസ്വദിക്കുന്നവർക്ക് കൃത്യമായി അറിയാം എപ്പോൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലെത്തണം, എവിടെ നിൽക്കണം, ആരുടെയൊക്കെ കൂട്ടപ്പൊരിച്ചിൽ കാണണം, എന്തൊക്കെ കാണാൻ സാധിക്കും. ഇത് കൃത്യമായി അറിയുന്നവരാണ് തൃശ്ശൂർ പൂര വെടിക്കെട്ടിന് വരാറുള്ളത്. അവർക്ക് തൃശ്ശൂർ റൗണ്ടിലേക്ക് എത്തുവാൻ കൃത്യമായൊരു സമയവും കൂടിയുണ്ട്. ആ സമയമെല്ലാം പ്ലാൻ ചെയ്തു വരുന്നവരെയൊക്കെ ബാരിക്കേഡുകൾ കൊണ്ട് കൊട്ടിയടച്ചുകൊണ്ട് പോലീസിൻ്റെ പുതിയ സമ്പ്രദായവും തൃശ്ശൂർ പൂരത്തിൽ കണ്ടു. ബാരിക്കേഡുകൾ വെച്ച് കൊട്ടിയടയ്ക്കുക മാത്രമല്ല, തൃശ്ശൂർ പൂരം നടത്തുന്ന കമ്മിറ്റിക്കാരെ പോലും അത്ര നല്ല രീതിയിലല്ല പോലീസ് പെരുമാറിയത്. ഒരു പത്രസമ്മേളനത്തിൽ തിരുവമ്പാടിയുടെ സെക്രട്ടറി തന്നെ പറഞ്ഞു, തിരുവമ്പാടി ഭഗവതി മഠത്തിൽ വരവിനെത്തുമ്പോൾ ആനപ്പുറത്തിരിക്കുന്ന ഭഗവതിക്ക് കുത്തുവിളക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന വാര്യർക്ക് പോലും ലാത്തി ചാർജ് ഉണ്ടായി എന്നുള്ളതാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആരോപണം. അത്രയും വലിയ ലാത്തി ചാർജും ബഹളവും അടച്ചുകെട്ടലുമെല്ലാം പൂരത്തിന്റെ പൊലിമ കെടുത്തി.
പൊലിമ കെടുത്തി എന്ന് മാത്രമല്ല, സാംസ്കാരിക കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ പൂരത്തിന്റെ പൊലിമ പൂർണ്ണമായി നഷ്ടപ്പെടുത്തി ഇത്തരത്തിലുള്ള പുതിയ നടപടികൾ. തിരുവമ്പാടി ദേവസ്വം മഠത്തിൽ വരവ് പോലും ഒരു ചടങ്ങായി മാറ്റിവെച്ചു. ഒരാനപ്പുറത്ത് എഴുന്നള്ളിച്ച് ആ ചടങ്ങ് പൂർത്തിയാക്കി എന്ന് മാത്രമല്ല, പൂരപ്പന്തലിന്റെ ലൈറ്റ് വരെ അവർ ഓഫ് ചെയ്തു. പൂരത്തിന്റെ വെടിക്കെട്ട് അപ്പോഴും പ്രതിസന്ധിയിലായി. ഈ പ്രതിസന്ധി നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ 2 അണ്ണന്മാരുണ്ടല്ലോ, അവർ പൂരമൊക്കെ കഴിഞ്ഞുള്ള ക്ഷീണത്തിൽ സുഖമായി കിടന്നുറങ്ങി. അവിടെയാണ് സുരേഷ് ഗോപിയുടെ മാസ് എൻട്രി. തൃശൂർക്കാർ തെരഞ്ഞെടുക്കുന്ന MP ഞാനാണെങ്കിൽ തൃശൂരിൽ ഞാൻ ഒതുങ്ങില്ല. കേരളത്തിന് വേണ്ടി മുഴുവൻ വർദ്ധിക്കുന്ന ഒരു MP ആയിരിക്കും, ആഖ്യാതി തൃശൂർക്കാർക്കായിരിക്കും എന്നുകൂടി ഉറപ്പ് നൽകുകയാണ്. പറ്റുന്നതേ പറയൂ, പറയുന്നത് ചെയ്തിരിക്കും. തൃശൂർ നിങ്ങൾ തന്നാൽ ഉറപ്പാണ് ഞാൻ എടുത്തിരിക്കും. പിന്നെ തൃശ്ശൂര് ഇവിടെ. സുരേഷ് ഗോപി എന്തുകൊണ്ട് പകൽ പൂര സമയത്ത് തൃശ്ശൂരിൽ എത്തിയില്ല എന്നുള്ള ചോദ്യമുണ്ട്. അവിടെയാണ് സുരേഷ് ഗോപിയെ മനസ്സിലാക്കേണ്ടത്. വലിയ ചൂടിൽ, വലിയ ജനത്തിരക്കിൽ സുരേഷ് ഗോപി കൂടി ആ പൂരപ്പറമ്പിലെത്തിയാൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് സുരേഷ് ഗോപിക്ക് കൃത്യമായി അറിയാം. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ എത്തുമ്പോൾ തൃശ്ശൂർക്കാർക്ക് സുരേഷ് ഗോപിയെ ഈ സമയത്ത് പരിചിതമാണെങ്കിലും മറ്റുള്ളവർക്ക് സുരേഷ് ഗോപിയെ കാണുന്നത് ഒരു സൂപ്പർ സ്റ്റാറിനെ കാണുന്ന പോലെ തന്നെയാണ്. അത് തൃശ്ശൂർ പൂരത്തിന്റെ തിക്കും തിരക്കുമെല്ലാം കൂട്ടുമെന്നും പൂരത്തിന്റെ പൊലിമ നഷ്ടപ്പെടുമെന്നുമുള്ള ഉൾക്കാഴ്ചയാണ് സുരേഷ് ഗോപിയെ പകൽ തൃശ്ശൂരിൽ കാണാത്തത്. അദ്ദേഹം മറ്റുള്ള സ്ഥലങ്ങളിൽ പ്രചരണത്തിനായി നീങ്ങി. പ്രചരണം കഴിഞ്ഞ് ക്ഷീണിച്ചുറങ്ങിയ സുരേഷ് ഗോപി ദേവസ്വം ബോർഡിന്റെ കമ്മിറ്റിക്കാരുടെ വിളി വന്നപ്പോൾ തന്നെ മാസ് എൻട്രിയിൽ പൂരപ്പറമ്പിലെത്തി. മറ്റുള്ള ചർച്ചകളിലും അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ ചർച്ചകളിൽ നിന്നാണ് പൂര വെടിക്കെട്ടിന്റെ പ്രതിസന്ധി കുറച്ചെങ്കിലും ഒന്നയഞ്ഞത്. സുരേഷ് ഗോപി അങ്ങനെ വീണ്ടും താരമായപ്പോൾ മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കോ നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാരിനോ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. അവർ പല വിധത്തിലുള്ള ഡയലോഗുകളും ഇറക്കി. സത്യം എന്തെന്ന് വെച്ചാൽ പോലീസിനെ കൊണ്ട് മാത്രം അലമ്പാക്കാൻ കഴിയുന്നതല്ല തൃശ്ശൂർ പൂരം. അതിൽ പല രാഷ്ട്രീയവുമുണ്ട്. അത് സത്യമാണ്. പണി പാളി എന്നറിഞ്ഞ സർക്കാർ എന്തു ചെയ്തു? നമ്മുടെ കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും ഒക്കെ സ്ഥലം മാറ്റി. അങ്ങനെ കൈ കഴുകാൻ നോക്കി. പക്ഷേ ഇതിലൊന്നിലും നിൽക്കില്ല തൃശ്ശൂർ. തൃശ്ശൂരിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. തൃശ്ശൂർക്കാർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അവൻ്റെ രാഷ്ട്രീയത്തെ അവൻ നെഞ്ചോട് ചേർക്കുന്നതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയാണ് അവന് തൃശ്ശൂർ പൂരം. അവൻ്റെ രക്തത്തിൽ കലർന്ന വികാരമാണ് പൂരം. അതുകൊണ്ട് തന്നെ ആ പൂരം അലമ്പാക്കിയതാരോ അവർക്ക് നടുവിരലിൽ പുരട്ടുന്ന മഷി കൊണ്ട് തന്നെ തൃശ്ശൂർക്കാർ തിരിച്ച് ഉത്തരം കൊടുക്കും. പൂരം ഒരു വികാരമാണ്. അതിൻ്റെ പൊലിമ നഷ്ടപ്പെടുത്തുവാൻ ആര് വന്നാലും അവനെ നേരിടാൻ തൃശ്ശൂർക്കാർ ഒരുക്കമാണ്.